ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞൊരു ഹെയർ സ്റ്റൈൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ലോങ് വീഡിയോയിൽ ഇങ്ങനെ മുടി കെട്ടുന്നത് എന്നൊന്ന് കാണിച്ചു തരുമെന്ന്. അപ്പം നമ്മൾ കെട്ടുന്ന സ്റ്റൈലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞ ഹെയർ സ്റ്റൈൽ വീഡിയോ കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് ഞങ്ങൾ ഫോട്ടോസും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെ കെട്ടുന്നത് നമുക്കറിയുന്ന രീതിയിലാണ് കെട്ടുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാവുമല്ലോ. നമ്മളുടെ കുട്ടിക്ക് എങ്ങനെയാണോ കെട്ടി കൊടുക്കുന്നതെന്നാണ് കാട്ടിത്തരുന്നത്. നെക്സ്റ്റ് സ്റ്റൈൽ ഇതാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ ക്രാബ് ഇങ്ങനെ മേപ്പിട്ട് ഇട്ടിട്ട് പരത്തിയിടാറുണ്ട്. ഇടയ്ക്ക് മുടി മുടഞ്ഞിടാറുണ്ട്. പുറത്തേക്കൊക്കെ പോകുമ്പോൾ കൂടുതലും ഇങ്ങനെ മുടഞ്ഞിടും. നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പരത്തിയിടുന്നത്. പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഞാൻ മുടി നന്നായി വേറെടുക്കണം കേട്ടോ ആദ്യം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഹെയർ സ്റ്റൈലിൽ മറ്റേ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ മൊത്തം ജടയാവും. അതെ, അതാണ്. അപ്പോൾ നന്നായി ഇങ്ങനെ മുടി ചീന്തിയിട്ട് മേപ്പിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒരു ക്രാബ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നല്ലൊരു പോസ് ഇട്ടുന്നുണ്ട്. കറക്റ്റമ്മ ചെയ്യുന്നതും ഞാൻ കൂട്ടുകാരിടുന്നതും ഒരുമിച്ച്. അതെ, ഈ കുഞ്ഞു കുഞ്ഞു ക്രാബ് ഉണ്ടാവും, ഈ ബട്ടർഫ്ലൈയുടെ ഒക്കെ, അത് നല്ല അതൊക്കെ യൂസ് ചെയ്താൽ നല്ല രസം ഉണ്ടായിരിക്കും കേട്ടോ മുടിയിൽ. ഈ കുഞ്ഞു കുഞ്ഞതല്ലേ. അതെ, നമുക്കതൊന്നും ഇല്ല, ഇനി വാങ്ങണം. അപ്പോൾ നല്ല രസമായിരിക്കും. ലോങ് ഹെയർ ആണെങ്കിലും ഷോർട്ട് ഹെയർ ആണെങ്കിലും ചെറിയ ചെറിയ ക്രാബ്സ് യൂസ് ചെയ്യണത് യൂസ്ഫുൾ ആവും കേട്ടോ. നല്ല രസമായിരിക്കും കാണാൻ. അപ്പം നിങ്ങൾക്ക് ലോങ് ഹെയർ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ലോങ് ഹെയർ ആണോ ഷോർട്ട് ഹെയർ ആണോ നിങ്ങളുടെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റൈൽ കേട്ടോ. അതെ, അവള് ഭയങ്കര പോസിട്ട് പറയാണ്. ഇനി അടുത്ത സെക്കൻഡ് സ്റ്റൈല്. നിങ്ങൾക്ക് ലോങ് ഹെയർ ഷോർട്ട് ഹെയർ ഉള്ളതെന്ന് കമൻറ്റ് ചെയ്യണം. ലോങ് ഹെയർ ആണോ ഷോർട്ട് ഹെയർ ഇഷ്ടമെന്നും കമൻറ്റ് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ഞാൻ 2 പൂവാണ് പിടിച്ചിരിക്കുന്നത്. തേർഡ് സ്റ്റൈലിനെയോ? സ്റ്റൈലിന് പൂ പിടിച്ചില്ല. ഇപ്പോൾ സെക്കൻഡ് സ്റ്റൈൽ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഞങ്ങൾ ഏതൊക്കെ കെട്ടണമെന്ന്. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റൈൽ. അതെ, ആരാ കെട്ടിക്കൊടുക്കണ്? ചെറിയമ്മ. അതെ, ഞാനല്ല കേട്ടോ, അമ്മ വീഡിയോ എടുക്കുകയാണ്. അതെ. അപ്പോൾ സെക്കൻഡ് സ്റ്റൈൽ ഇതാണ്. മേപ്പെട്ട് ഇങ്ങനെ മുടി ജസ്റ്റ് 2 സൈഡ് ഇതായിട്ട് സ്ലൈഡ് കുത്തുക കേട്ടോ. അതാണ് സെക്കൻഡ് സ്റ്റൈൽ. ഞാൻ ഈ എൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്നും കണ്ടിട്ടില്ല. ആകെ കണ്ടതാ ലാസ്റ്റ് ഹെയർ സ്റ്റൈലാണ്. അതായത് ലാസ്റ്റ് ചെയ്തത് നമുക്കൊന്ന് തൊട്ടൊക്കെ അറിയാലോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റൈല്. സ്ലൈഡൊക്കെ കുത്തുക, എന്നിട്ട് അവിടെ അങ്ങനെ ആ 2 സൈഡിൽ നിന്ന് സ്ലൈഡ് കുത്തിയിട്ട് ചേച്ചീനെ കാട്ടുന്നേന്ന് ആലോചിച്ചിരിക്കുക കേട്ടോ. അവിടെ ചേച്ചിക്ക് മുടി കെട്ടി കൊടുക്കുമ്പോൾ വേദ് കൂടെ ആയിരുന്നു. അപ്പോൾ ഇത് സെക്കൻഡ് സ്റ്റൈല്. ഞാൻ പൂവെടുത്തിട്ട് എന്തൊക്കെയോ കാട്ടുക കേട്ടോ. പൂ ഇങ്ങനെ മറച്ചും തിരിച്ചും ഒക്കെ ചെയ്യാൻ കണ്ടോ. സെക്കൻഡ് സ്റ്റൈല് ഇങ്ങനെ വേറെടുത്തു. അതൊക്കെ കഴിഞ്ഞ് വേറെടുത്തു, എന്നിട്ട് മുടി ഇങ്ങനെ ഇട്ടു. മുടി വേറെടുത്തില്ലെങ്കിൽ ജട പിടിക്കും. പിന്നെ അവിടെ ഒരു ഇതിട്ടുണ്ട്, ബണ്ണ്. ഹെയർ സ്റ്റൈലാട്ടോ. എനിക്ക് എല്ലാ ഹെയർ സ്റ്റൈൽസും ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെ, എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് മോഡൽ ചെയ്യാട്ടോ. ഒരു സൈഡും അപ്പുറത്തെ സൈഡും മുടഞ്ഞിട്ട് ബണ്ണ് യൂസ് ചെയ്യാം. അതെ, നിങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ മുടി ഓരോ സ്റ്റൈലിൽ കെട്ട ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മുടി കെട്ടുക കേട്ടോ. ഒരു സൈഡ് മുടഞ്ഞിട്ടിട്ട് മറ്റേ സൈഡും മുടഞ്ഞിട്ടിട്ട് ബണ്ണ് യൂസ് ചെയ്യും കേട്ടോ. പല സ്റ്റൈലും ഉണ്ട് കേട്ടോ. ഓരോ ഡ്രസ്സിനും ഓരോ സ്റ്റൈൽ കെട്ടി പോകാൻ രസമാണ്. ജീൻസൊക്കെ ഇടുമ്പോൾ കെട്ടുന്ന സ്റ്റൈൽ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നാടൻ ഡ്രസ്സുകൾ ഇടുമ്പോൾ ഉള്ള സ്റ്റൈലുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. മോഡേൺ ഡ്രസ്സ് ഇടുമ്പോഴുള്ള സ്റ്റൈല് അതൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവരും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യാൻ കേട്ടോ. അതെ, നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമുള്ളവർ എത്രയും ഒരു വീഡിയോ ചെയ്യുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടായിരിക്കും. നമുക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റണത് നമ്മൾ നല്ലപോലെ ചെയ്യുക. പിന്നെ നെഗറ്റീവ്സൊക്കെ നമ്മൾ പുറന്തള്ളുക, പോസിറ്റീവ്സ് മാത്രം എടുക്കുക. നെഗറ്റീവ് പറയുന്നവരവിടെ പറഞ്ഞോട്ടെ അല്ലേ. പിന്നെ അതുപോലെ തന്നെ നവമി ആണ് യൂട്യൂബിൽ മുന്നിൽ വരുന്നതെങ്കിലും യൂട്യൂബ് കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്.
യൂട്യൂബിലെ കമൻസ് നോക്കുന്നതും എല്ലാം ഞാനാണ്. അവനോട് പറയും. അതെ അതെ. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാലൊക്കെ പഠിപ്പിൽ തന്നെ ആയിരിക്കും ശ്രദ്ധ. ഇടയ്ക്ക് വീഡിയോ ഇടും. അപ്പോൾ ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പഠിക്കേണ്ട സമയത്ത് പഠിക്കും, വീഡിയോസ് ചെയ്യേണ്ട സമയത്ത് വീഡിയോസും ചെയ്യും. രണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകും. സ്കൂൾ തുറന്നാൽ രാവിലെ മാത്രം വീഡിയോ അതെ ഇടാറുള്ളൂ. പിന്നെ വൈകിട്ടൊന്നും ടൈം കിട്ടാറില്ല. പിന്നെ ശനി ഞായറാണ് ഈ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെയ്യുക. പിന്നെ എല്ലാ ദിവസവും യൂണിഫോം ആയിരിക്കും. ഇതാ ഇങ്ങനെയാണ് പിന്നെ കെട്ടിയത് കേട്ടോ. രണ്ട് സൈഡും ഇങ്ങനെ മുടഞ്ഞു. എന്നിട്ട് ജസ്റ്റ് ബണ്ണെടുത്തിട്ട് ഒന്ന് ഇങ്ങനെ കെട്ടി വെച്ചു കേട്ടോ. 3 ബണ്ണുണ്ടായിരുന്നു. 3 ബണ്ണും പച്ച. അതെ പച്ചയായിരുന്നു. പച്ചക്കളി. അതെ ഇങ്ങനെയാണ് പിന്നെ അങ്ങനെ കെട്ടി. അപ്പോൾ വീണ്ടും ഒന്നും കൂടി കെട്ടിട്ടോ. ആ കെട്ടിയത് ശരിയായില്ല. ബണ്ണ് പിന്നെ വലുതാണ്, ചെറിയ മുടച്ചില്ല. ഇതിനൊക്കെ ചെറിയ ബണ്ണുകളാണ് കേട്ടോ വേണ്ടത്. ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഇങ്ങനത്തെ ബണ്ണല്ല യൂസ് ചെയ്യേണ്ടത്. കുഞ്ഞു ബണ്ണ്, കുഞ്ഞു ക്രാബുകള്, ചെറിയ ക്രാബ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ കൂടുതൽ നന്നായിരിക്കും കാണാൻ. നമ്മളേൽ പെട്ടെന്ന് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ അതുകൊണ്ട് ക്ഷമിക്കുക. വേദുന്റെ മുന്നിൽ കുഞ്ഞൊരു ബണ്ണുണ്ടായിരുന്നു, ബ്ലാക്ക്. ആ വേദുവിന്റെ നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതെ ഇതാണ് കണ്ണനെ പോലെ ഒരു വൈപ്പിലും കൂടി വെച്ച് അടിപൊളിയാവും. അതെ ഇതാണ് അടുത്ത സ്റ്റൈൽ കേട്ടോ. ഇനി മൂന്നാമത്തെ സ്റ്റൈൽ. ഇതിപ്പോ രണ്ടാമത്തെ അല്ലേ? ഇതാണ് രണ്ടാമത്തെ സ്റ്റൈല്. രസമുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റൈൽ, മൂന്നാമത്തെ സ്റ്റൈലിലേക്ക് പോവാം. അപ്പൊ അവളെ എന്തൊക്കെയോ അവിടെ വർത്താനം പറയണ്ട കേട്ടോ. ഞങ്ങള് പുറത്ത് വേറെ ശബ്ദങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. മാക്സിമം ഞങ്ങൾ വോയിസ് ഓവർ, കാരണം ടി വിയുടെ ശബ്ദം ഉണ്ടാവും, എന്തിനെങ്കിലൊക്കെ ശബ്ദം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും, അല്ല പാട്ടൊക്കെ വന്നാൽ കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ ഇത്രയും ലോങ് വീഡിയോ ചെയ്തിട്ട് കോപ്പിറൈറ്റ് കിട്ടുക പറഞ്ഞാൽ കഷ്ടമല്ലേ. അപ്പോൾ ഞങ്ങൾ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുക. പിന്നെ സൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഈ ടിവിയുടെയും ഫോണിന്റെയും പിന്നെ നായ്ക്കൾ കുരയ്ക്കും. പിന്നെ വേദു ഉറങ്ങുന്ന ടൈമിലാണ് ഞങ്ങൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. വേദു ഓരോന്ന് പറയും, അല്ലെങ്കിൽ കരയും. കണ്ണാടി നോക്കിയിട്ട് ചേച്ചി ചേച്ചി ഇതൊക്കെ. ഇതാണ് ഞങ്ങളുടെ മൂന്നാമത്തെ സ്റ്റൈൽ. ഈ സ്റ്റൈല് ഞാൻ അറിഞ്ഞതുപോലും ഇല്ല കെട്ടിയത്. എന്താ? എനിക്ക് ചെറുതായിട്ടല്ല എടുത്തുള്ളൂ. ഇതാ മൂന്നാമത്തെ സ്റ്റൈല്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗി ചുരിദാറിൻ്റെ കൂടെ ഒക്കെ ഇടാം. ഇങ്ങനെ മുടി. ഇത് ഷോർട്ട്സ് ആയിട്ടുള്ളവർക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് തേർഡ് സ്റ്റൈൽ കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്ത എല്ലാ സ്റ്റൈൽസും ഇഷ്ടമായ കമൻറ്റ് ചെയ്യണം. ഏത് സ്റ്റൈലാണ് കൂടുതൽ ഇഷ്ടമായ കമൻറ്റ് ചെയ്യൂ കേട്ടോ. യെസ്. അപ്പം ഞാൻ അവളോട് തിരിയാനൊക്കെ പറയായിരുന്നു, ജസ്റ്റ് കാട്ടിക്കൊടുക്കാൻ. അപ്പം ഞാൻ ഫ്രണ്ടിക്ക് തിരിഞ്ഞു, ബാക്കിക്ക് തിരിഞ്ഞു, സൈഡിക്ക് തിരിഞ്ഞു, ലെഫ്റ്റിക്ക് തിരിഞ്ഞു, റൈറ്റിക്ക് തിരിഞ്ഞു. ഇനി അടുത്ത സ്റ്റൈലാണ് ഇത്. ഇങ്ങനെ നമ്മൾ എല്ലാ മുടിയും കൂടി എടുത്തിട്ട് ഒരു ബണ്ണ് ഇടുക. എന്നിട്ട് ഇത് മടക്കി കെട്ടല്ല തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ മടക്കി കെട്ടില്ല, നമ്മൾ മുകളിലേക്ക് മടക്കി കെട്ടുക. അപ്പം അത് ജീൻസും ടോപ്പൊക്കെ ഇടുമല്ലോ നമ്മൾ. അങ്ങനെ ഇടുമ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ സ്റ്റൈല് നന്നായിരിക്കും കേട്ടോ. നല്ല ലുക്കായിരിക്കും. ആദ്യം ഇങ്ങനെ കെട്ടുക. ആദ്യം ഇങ്ങനെ നന്നായി മുടിയൊക്കെ വേറെടുത്തിട്ട് ഇങ്ങനെയും കെട്ടി പോവാം കേട്ടോ. ഇങ്ങനെ ഇട്ടിട്ട് പോവാം. ഞങ്ങൾ ഇത് മുകളിലേക്ക് എടുത്ത് ഇങ്ങനെ റൗണ്ട് ആക്കി കേട്ടോ. റൗണ്ട് ആക്കിയിട്ട് സ്ലൈഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് വെക്കും. ഇങ്ങനെ മടക്കി കെട്ടോ. ഇത് ജീൻസിന്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയുണ്ടാവും. അതെ, ബനിയന് അതുപോലെ തന്നെ പാൻസ്, അതിൻ്റെ കൂടെയൊക്കെ നല്ല രസമുണ്ടായിരിക്കും ഇത്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ മുടിയൊക്കെ കിട്ടുമ്പോൾ മുടി ജടപെടാതെ നോക്കണം. പെട്ടെന്ന് ജട പിടിക്കുക. അതെ, ഞങ്ങൾ ഷാമ്പു ഇട്ടിട്ടുണ്ടായിരുന്നു മുടി, അപ്പോഴാണ് ഭംഗി. പിന്നെ എണ്ണ തേച്ച് കുളിക്കണം, അത് കഴിഞ്ഞ് അടുത്ത ദിവസം. അപ്പോൾ ഇതാണ് തേർഡ് സ്റ്റൈൽ കേട്ടോ. തേർഡല്ല വേണ്ടത്, ഫോർത്ത് ആയോല്ലേ? തേർഡോ ഫോർത്തൊക്കെയാണ്. എത്രയോ കുറച്ച് സ്റ്റൈലുകളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ജസ്റ്റ് കാട്ടിത്തരിക. മൊത്തം 8 സ്റ്റൈൽ. ഞാൻ അപ്പം എണ്ണി ഉണ്ടായിരുന്നേ. ഇതാണ് അപ്പം അടുത്ത സ്റ്റൈല്. പിന്നെ വരുന്നതും ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ വേറൊരു സ്റ്റൈലാട്ടോ. അതും നല്ല രസമുള്ള സ്റ്റൈലാണ്. എനിക്ക് എല്ലാ സ്റ്റൈലും ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായി പിന്നൊക്കെ സ്ലൈഡ്സ് യൂസ് ചെയ്യണം. കാരണം മുടി അഴിഞ്ഞു പോവാതിരിക്കാൻ. വേറെയും ബണ്ണുകൊണ്ടൊക്കെ യൂസ് ചെയ്യും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ബണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഇതുകൊണ്ടാണ് മുടി കെട്ടിയത്. അപ്പം ഇതുകൊണ്ട് ഇപ്പം
അപ്പോൾ ഈ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാ സ്റ്റൈലും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് എന്തോ ആലോചിക്കുകയാണ്. അപ്പോൾ മുടി കെട്ടിട്ട് ഇപ്പോൾ സ്ലൈഡ് കുത്തിയില്ലെങ്കിൽ അഴിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പച്ച ബണ്ട് കാണുന്നുണ്ട്. എല്ലാം പച്ചവണ്ണായിരുന്നു. ഇത് കുറച്ച് വലിയ പച്ചവണ്ണ. അപ്പോൾ ഇത് അടുത്ത സ്റ്റൈലാട്ടോ. ഇത് ഫിഫ്ത്ത് സ്റ്റൈൽ. ഇതും ബണ്ണ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മുടി മടക്കി കെട്ടുക കേട്ടോ. അത് നല്ലൊരു സ്റ്റൈലാണ്. ഞാൻ ബണ്ണെടുത്ത് ഇപ്പോൾ കൂട്ടി കെട്ടിട്ടോ, 2 ബണ്ണ്. പിന്നെ ഞാൻ സ്ലൈഡൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ബണ്ണെടുത്ത് കൂട്ടി കെട്ടി. പിന്നെ ഞാൻ സ്ലൈഡ് എടുത്തിട്ട് പിന്നെ പ്ലസ്സൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ അടുത്ത സ്റ്റൈലാണ് ഇതെന്ന് പറയണത് ഇങ്ങനെ കെട്ടിയിട്ട് പിന്നെ ഇങ്ങനെ മടക്കുക. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ. എനിക്ക് ഈ സ്റ്റൈല് ഇഷ്ടാട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ സ്റ്റൈല് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്റ്റൈൽ വെച്ച് ഇങ്ങനെ ഇത്ര ഉള്ളൂ കേട്ടോ. ഈ സ്റ്റൈൽ ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഒന്ന് ഇടുക. ഇതാണ് ഈ സ്റ്റൈല് കേട്ടോ. ഇതല്ല ഭംഗിയുണ്ട്. എനിക്ക് ഈ സ്റ്റൈല് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും നന്നായി ഇഷ്ടപ്പെട്ട ലാസ്റ്റത്തെ സ്റ്റൈലാട്ടോ. ഇതൊക്കെ ഇഷ്ടപ്പെട്ടു, എന്നാലും ഒരു പിടിക്ക് ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് സ്റ്റൈലാണ്. ഇത് ഞാൻ കെട്ടാറുണ്ട് കേട്ടോ. പുറത്തേക്കൊക്കെ പോകുമ്പോൾ കെട്ടാറുണ്ട് ഈ സ്റ്റൈല്. ഇതും ഇങ്ങനെ നല്ല ഭംഗിയുണ്ടാവും പുറത്തേക്കൊക്കെ പോകുമ്പോൾ. നിങ്ങൾ ഇങ്ങനത്തെ സ്റ്റൈൽസൊക്കെ കെട്ടുന്നവരുണ്ടാവും. കെട്ടാത്തവരൊന്ന് ഈ സ്റ്റൈല് ഒന്ന് കെട്ടി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റൈൽസൊക്കെ അങ്ങനെ കെട്ടാൻ ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം പിന്നെ നമ്മൾ അടുത്ത സ്റ്റൈലിലേക്ക് പോവുക കേട്ടോ. ഈ സ്റ്റൈല് വേറെ സ്റ്റൈൽ, ഓരോന്നും ഓരോ സ്റ്റൈലാട്ടോ. അപ്പോൾ ഇത് 6th അല്ലേ? 6th സ്റ്റൈലാട്ടോ. ഇത് പിന്നുക അല്ല മുടയുക സ്റ്റൈലാണ്. ഫുള്ള് മുടച്ചില്ല. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു മുടി ഇങ്ങനെ മുടയില്ല, അതേപോലെ തന്നെ കുറച്ച് മുടി എടുത്തിട്ട് മുടയാണ്. വേദുട്ടനെണീച്ചു കേട്ടോ വേദു. അപ്പോൾ അത് മുടയുക. അതാണ് ഞാൻ പറഞ്ഞത്, മുടയുക. അതാണ് ഈ സ്റ്റൈലിൻ്റെ പേര്. ഞാൻ പേരിട്ടതാട്ടോ, മുടയുക. ഫുള്ള് മുടയൽ സ്റ്റെപ്പാണ്. അതെ, നമുക്കറിയുന്ന സ്റ്റൈല് നമ്മളിങ്ങനെ ഇട്ടുക എന്നേലൂ. ഇത് ഒരു സൈഡ് ഇങ്ങനെ മുടയുക, അപ്പുറത്തെ സൈഡ് മുടയുക, എന്നിട്ട് ഇങ്ങനെ ഇടുക കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ ഈ 4 മുറിച്ചിൽ അങ്ങനെ എന്തൊക്കെ കൊണ്ടുപോകണം, അതൊന്നും നമുക്കറിയില്ല കേട്ടോ. അത് ചെയ്യണവരുണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ സിമ്പിൾ സ്റ്റൈലുകൾ. പിന്നെ യൂട്യൂബ് നോക്കിയിട്ട് ചെയ്യാം. നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളൂ, സമയം കിട്ടാറില്ല. അപ്പോൾ മുടി കെട്ടിയിട്ട് ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ മുടി കെട്ടിയിട്ടാണ് ആ ക്രാബൊക്കെ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. കുഞ്ഞു ക്രാബ് അപ്പുറത്തെ സൈഡ് മുടഞ്ഞിട്ടു, പിന്നെ ഇപ്പുറത്തെ സൈഡും അതുപോലെ മുടയുക കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ വരുമ്പോഴാണ് ഈ കുഞ്ഞു ക്രാബ് യൂസ് ചെയ്യേണ്ടത്. അതെ, ഈ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു മുടയലല്ലേ, അപ്പം ക്രാബ് വേണം. അപ്പം ഞാൻ അവിടെ എന്തോ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മുടയാട്ടോ. അപ്പോൾ മുടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേദു ഇവിടെ എന്താ ചെയ്യുന്നത്? വേദു ബിസ്ക്കറ്റ് കഴിക്കുക. വേദു എത്തി നോക്കുക കേട്ടോ. ഈ ചീർപ്പും ഒക്കെ അവിടെ ഇരിക്കണ്ടല്ലോ, അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വേദു ആ സ്റ്റൈല് തീരണ വരെ അവൻ അവിടെ നിന്നുണ്ട് കേട്ടോ. ചേച്ചിയുടെ മുടി കെട്ടുന്നത് വരെ അവ അവിടെ നിന്നിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അവന് ടെൻഷനാണ്, ചേച്ചി എന്താ അതെ ഒരു പേടിയുണ്ട് കേട്ടോ. അപ്പോൾ വേദു ഇപ്പോൾ അവിടെ സ്ലൈഡൊക്കെ എടുക്കാൻ നോക്കുക കേട്ടോ. അവിടെ സ്ലൈഡൊക്കെ ഇരിക്കണ്ടല്ലോ, ആ സ്ലൈഡ്
എടുക്കാൻ നോക്കുക. പിന്നെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. അങ്ങനെ ഇപ്പം പിന്നെ കേട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പിന്നലാണെങ്കിൽ തൊടുമ്പോൾ ഭയങ്കര ഒരു സോഫ്റ്റ് ആവും അല്ലേ? നിങ്ങളിങ്ങനെ പിന്നിയിട്ടുണ്ടോ ഫ്രാൻസ്? പിന്നെ നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റിൽ പറയാ കേട്ടോ. എങ്ങനെ മുടി കെട്ടാൻ പറ്റും, വേറെ മോഡൽ ഉണ്ടോ എന്നൊക്കെ പറയാ. നിങ്ങൾ ഇതേപോലത്തെ മോഡൽ കെട്ടുണ്ടോ, വേറെ മോഡലാണോ? അതെ, നമുക്ക് ഏതാണ് ചേരുന്നത് അങ്ങനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടിപ്സ് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും നമ്മൾക്ക് ഷെയർ ചെയ്യുക. നമ്മളറിയാവുന്ന ടിപ്സ് നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് തരം വീഡിയോസ്, ലോങ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടച്ചാൽ അതും കമന്റ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ യോയും യായൊക്കെ തന്നില്ല. ഇതാണ് വേറൊരു സ്റ്റൈൽ കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ അതിൻ്റെ ഫൈനൽ ലുക്കാണിത്. അപ്പോൾ അവള് കാണിച്ചു തരാൻ പറയണ ഞങ്ങൾ ഫ്രണ്ടൊക്കെ. അപ്പോൾ അവള് കാണിച്ചു തരികയാണ്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ക്ലിപ്പ് ഇടാം കേട്ടോ. അവിടെ നമ്മളിപ്പോൾ ക്ലിപ്പ് ഇട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ പരത്തിയിട്ടു. ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും വേറൊരു സ്റ്റൈല് ചെയ്തു കേട്ടോ. അങ്ങനെ ഫുള്ള് മൊടഞ്ഞു. ആ സ്റ്റൈലിൽ തന്നെ നമ്മള് മുടയ ചെയ്തത്. ഫുള്ള് മുടഞ്ഞിട്ടിട്ട് അടിയില് ക്രാബല്ല മണ്ണിടുക കേട്ടോ. ഇങ്ങനെ നല്ല സുഖമാണ് നമുക്ക് പരത്തിട്ട് പോണേക്കാട്ടിലും സുഖം ഇങ്ങനെ വേറെ പാപ്പക്കാർ മുടഞ്ഞിട്ട കുഴപ്പമുണ്ടാവില്ല. ഞാൻ മുടയും പിന്നെ കേറ്റിട്ട് മുടയിട്ടോ. അതെ, ഇതും അതിൻ്റെ ഇടയിൽ പാപ്പ നിലത്ത് വീണു, അതാണ് പറയുന്നത്. അപ്പോൾ മുടയാട്ടോ. ഇത് നേരത്തെ ചില്ല, അതേപോലെ ആ മുടയില അവിടെ വെച്ച് വേറൊരു വലിയ മുടച്ചിലാണ് ഇപ്പം മുടയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ ഒരു ഹെയർ സ്റ്റൈൽ കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ഒരു ബണ്ണ് ഇടുന്നുണ്ട് കേട്ടോ. ബണ്ണാണ് ഇടുന്നത്, ക്രാബില്ല. അപ്പോൾ ബണ്ണിട്ടു. ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ ലുക്ക്. ലാസ്റ്റത്തെ ഇല്ലല്ലോ, അതേ ഉള്ളൂ, വേറില്ലേ? അപ്പോൾ ഇത് വേറൊരു ഹെയർ സ്റ്റൈലാട്ടോ. അപ്പോൾ ഇത് ഒരു ഹെയർ സ്റ്റൈല്. എത്രാമത്തെയാണെന്നൊന്നും എണ്ണിയിട്ടില്ല. നിങ്ങൾക്ക് ഞങ്ങൾ അത്യാവശ്യം കാണിക്കുന്ന എത്ര നമ്മൾ പറ്റണ പോലത്തെ ഹെയർ സ്റ്റൈൽസുകളാണ് ചെയ്തിരിക്കുന്നത്. എത്ര എണ്ണാന്നൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. ഇവള് വെറുതെ അങ്ങനെ ഇരുന്ന് എണ്ണയാണ് എത്രാമത്തെ എന്നൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ലാസ്റ്റത്തെ ഹെയർ സ്റ്റൈല്. അതെ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു. അപ്പോൾ ഞങ്ങൾ ഇതിൽ ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, അതൊന്ന് കണ്ടോളൂ. അപ്പോൾ ഇത് ഒരു ഫോട്ടോ, ഇത് രണ്ടാമത്തെ ഫോട്ടോ, ഇത് മൂന്നാമത്തെ ഫോട്ടോ, ഇത് നാലാമത്തെ ഫോട്ടോ, ഇത് അഞ്ചാമത്തെ. അപ്പോൾ ഇത് ഓരോരോ ഫോട്ടോസ് ആട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ അല്ലെ, ഇഷ്ടപ്പെട്ട സ്റ്റൈലിൽ കമൻറ്റ് ചെയ്യണം. ഇതാണ് ലാസ്റ്റത്തെ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.